ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട പാർട്ടി നേതൃത്വം. സമ്മർദ്ദം ശക്തമായതോടെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് എ.ഐ.സി.സിയെ നിലപാട് അറിയിച്ചത്. അതേസമയം പാർട്ടിയും കൈവിട്ടതോടെ രാഹുൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വാ തുറക്കരുത് എന്നാണ് നേതൃത്വത്തിന്റെ താക്കീത്. പ്രജിത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം രാജിയല്ലാതെ മറ്റൊരു വഴി ഇല്ല എന്ന് തന്നെയാണോ നിലവിൽ വന്നിരിക്കുന്നത്? സംസ്ഥാന നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള നിലപാട് എ.ഐ.സി.സി അറിയിച്ചു എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജി എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പോയിരിക്കുന്നത്. അത് എ.ഐ.സി.സി നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുൽ രാജിവെക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള കർശനമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ രാഹുലിനെ സംരക്ഷിച്ച് നിലപാട് പറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ കെ മുരളീധരനെ പോലെയുള്ള നേതാക്കളും ആ നിലപാടിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇനിയും രാഹുലിനെ സംരക്ഷിച്ച് പിടിക്കുകയാണെങ്കിൽ അത് വലിയ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഈ നേതാക്കൾക്ക് ആർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കെ.പി.സി.സി ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. ഹൈക്കമാൻഡിന് സമാനമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ഈ രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി പോയിട്ടും രാഹുൽ ആ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തായാലും രാജിവെച്ചേ മതി എന്ന് പാർട്ടി പറയുമ്പോൾ രാഹുലിന് ആ നിലപാട് അംഗീകരിക്കേണ്ടി വരും. ആ നിലപാട് മറികടക്കാൻ രാഹുലിന് സാധിക്കുകയുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പശ്ചാത്തലമൊന്നും അടുത്ത് വരാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഇനി 8 മാസം കൂടി മാത്രമാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് നിലവിൽ സാധ്യത കുറവാണ്. പക്ഷേ രാഹുൽ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രജിത്ത്, എന്തായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു നിലപാട് പാർട്ടി നേതൃത്വവും സ്വീകരിച്ചിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇനി എന്താകും തുടർ നടപടി എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകുകയല്ലേ? രാഹുലിനോട് രാജിവെക്കാൻ പാർട്ടി നേതൃത്വം തന്നെ ആവശ്യപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് രാഹുൽ അതിൽ ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരിക്കേണ്ടി വരും. കാരണം ഒന്നുകിൽ രാഹുൽ സ്വയം രാജിവെക്കണം, അല്ലെങ്കിൽ പാർട്ടി രാജിവെക്കാനുള്ള കർശനമായ നിർദ്ദേശം രാഹുലിന് നൽകണം. ഇത് രണ്ടും രാഹുൽ അനുസരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കുമോ എന്നടക്കമുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ എത്രത്തോളമാണ് തുടങ്ങിയിട്ടുള്ള ചർച്ചകളും ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എടുത്തു പറയേണ്ടത് രോഹിണി, ഈ രാഹുലിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു, രാഹുലിനെതിരെ ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. രാഹുൽ ചെയ്ത പ്രവർത്തികളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് എന്നതിനുപരി സാമാന്യ പൗരന് പോലും ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് വ്യക്തമായിട്ട്. പക്ഷേ ഇപ്പോഴും രാഹുലിനെ സംരക്ഷിക്കാൻ, രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാഹുലിൻ്റെ കാര്യത്തിൽ രാഹുലിൻ്റെ രാജി പൂർണ്ണമായും ഉറപ്പാണ്, ഉടൻ തന്നെ രാജിവെക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചതിനെ തുല്യ അദ്ദേഹത്തിനെതിരെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം ആളുകളൊക്കെ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിമർശനം. അപ്പോൾ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുണ്ട് എന്നുള്ള ഒരു വല്ലാത്തൊരു സാഹചര്യം ആ പാർട്ടിക്കകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയും രാഹുലിന് വേണ്ടിയിട്ടുള്ള ചില വാദങ്ങളൊക്കെ പാർട്ടിയുടെ ഒരു വശത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകൾ പറയേണ്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ശക്തമായി രാഹുലിൻ്റെ രാജിക്കായി വാദിക്കുന്നു. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് രാജി വേണ്ട എന്നുള്ളൊരു അഭിപ്രായമൊന്നും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യമാണ് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനുമുള്ളത്. അത് പാർട്ടിയുടെ ഔദ്യോഗികമായി കേന്ദ്ര നേതൃത്വത്തെ എ.ഐ.സി.സിയൊക്കെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും രാഹുൽ ഈ വിഷയത്തിൽ സ്വമേധയാ രാജിവെക്കുമോ അതോ പാർട്ടി നേരിട്ട് രാജിവെക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകുമോ? ഇനി അതും രാഹുൽ അനുസരിക്കുന്നില്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇനി വരും മണിക്കൂറുകളിൽ പ്രസക്തമാകുക. രോഹിണി, അതെ, തീർച്ചയായും രാജി ഏത് രീതിയിലുള്ളതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.